ഇന്ന് നമ്മളുടെ ഓണം സദ്യ സീരീസിനകത്ത് 11ാമത്തെ റെസിപ്പിയാണ് കൂട്ടുകറി. കൂട്ടുകറിക്ക് പല റെസിപ്പികളുണ്ട്, പല പച്ചക്കറികളിട്ടിട്ട് കൂട്ടുകറി ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പച്ചക്കായ, ചേന, പിന്നെ കറുത്ത കടലുണ്ടല്ലോ, ഇത് മൂന്നിട്ടാണ് കൂട്ടുകറി ഉണ്ടാക്കാൻ പോകുന്നത്. കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ പീസ് ചേനയും പച്ചക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ കറുത്ത കടലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ ചേന ഒന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം. മീഡിയം സൈസ് ക്യൂബായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമ്മളെ ചേന കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പച്ചക്കായ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കായൻ്റെ അടുക്ക ഒന്ന് കീറിയിട്ട് നമുക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം. ചേനയുടെ സെയിം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം. നമ്മുടെ പച്ചക്കായം കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചേനയും പച്ചക്കായും കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ നമുക്ക് നമ്മളുടെ കൂട്ടുകറിയുടെ കഷ്ണങ്ങൾ വേവിക്കാം. ഞാൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായി, പിന്നെ നമ്മുടെ ചേന, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. അടച്ചു വെച്ചാൽ വേവിക്കാൻ പോകുന്നു. ഇത് വേവിക്കാനായി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് മുളക് പൊടി മതി, ഒരു ചെറിയ കഷ്ണം ശർക്കര, കായപ്പൊടി. നമുക്ക് കട്ടിക്കായ ഉണ്ടായാൽ അതും കൂടി ഇടാം. നമുക്ക് എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഈ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകറിക്ക് ഒരു പൊടി ആവശ്യമുണ്ട്. ആ പൊടി ഒന്ന് നമുക്ക് വറുത്ത് പൊടിക്കാം. പിന്നെ ഇതൊക്കെ വെന്ത് എല്ലാം റെഡിയായതിനു ശേഷം അവസാനം ആകുമ്പോഴേക്ക് നമുക്ക് നാളിക ഇതൊക്കെ വറുത്തിടാം. നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ വേകുന്ന സമയത്തില്ലേ നമുക്ക് ശരി ഒരു പൊടി തയ്യാറാക്കാം. കൂട്ടുകറിയുടെ പൊടി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ശകലം നെയ്യ് ഒന്ന് ഉരുക്കിയിട്ടുണ്ട്. ഈ നെയ്യ് ഉരുകി വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ആ ചെറിയ ജീരകത്തിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നെയ്യ് വേണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണക്കകത്തും ഇത് വറുക്കാം. ഒത്തിരി കറുത്ത് പോകരുത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുളകുകളുണ്ട്. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരണം. എന്തായാലും കഷ്ണങ്ങൾ വേകാൻ ഒരു 15 മിനിറ്റെങ്കിലും പിടിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഒന്ന് റെഡിയാക്കി വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് നമുക്ക് നമ്മളുടെ തേങ്ങ ഒന്ന് വറുത്തിടാം. കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം. അപ്പോൾ 4 ഐറ്റമാണ്: ചെറിയ ജീരകം, കുരുമുളക്, ഉണക്കമുളക്, പിന്നെ കറിവേപ്പില. ഇതാണ് നമ്മളുടെ കൂട്ടുകറിയുടെ പൊടി. നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് തണുത്തിട്ട് നമുക്കിതൊന്ന് പൊടിക്കാം. നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 75% നമുക്ക് ചേനയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓൾറെഡി പ്രഷർ കുക്കർ ചെയ്ത് വെച്ചിരിക്കുന്ന കറുത്ത കടല ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കറുത്ത കടല തലേദിവസം തന്നെ കുതിർത്തിട്ടിട്ട് പ്രഷർ കുക്കറിനകത്ത് ശകലം ഉപ്പിട്ട് ഏകദേശം ഒരു 6 വിസിലടിച്ചിട്ടുണ്ട്. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 4 മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഈ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് നമ്മളുടെ പൊടിയും റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റിലാവും. ഇത് ആയതിനു ശേഷം നമുക്ക് നമ്മളുടെ വറുത്ത് വെച്ചിരുന്ന പൊടിയുണ്ടല്ലോ അതിടാം. അത് ഇട്ടതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്ത് ഫിനിഷ് ചെയ്യാം. ഇതിൻ്റെ കൂടി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കടലിട്ട് വേവിച്ചിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാം കൂടി വെന്തിട്ടുണ്ട്. ഇത്രയെങ്കിലും വെള്ളം വേണം നമുക്ക്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ച പൊടിയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളുടെ കൂട്ടുകറിയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കാം. ഇത് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങ കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ടുകറി റെഡിയാണ്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് തേങ്ങ വറുക്കാം. നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടായി വരണം. ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് ഉഴുന്നിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ജീരകം, ജസ്റ്റ് ഒന്ന് ചുമന്ന് വരണം. ചുമന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കറിവേപ്പില,
ചെറിയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കളറായി വരണം. നല്ല ഡാർക്ക് കളറായിട്ട് ബ്രൗൺ ആയിട്ട് നമുക്ക് ഇത് നമ്മളുടെ കൂട്ടുകറിക്കകത്തിടാം. തേങ്ങ ചുമന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നന്നായിട്ട് ബ്രൗൺ ആക്കണം. നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളറാവണം. ഒരു സ്വല്പം കൂടി ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ടുകറിയുടെ മേൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മളെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് നമ്മൾ കൂട്ടുകറിയുടെ മേലിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓണം സദ്യ സീരീസിനകത്ത് 11ാമത്തെ റെസിപ്പിയാണ് കൂട്ടുകറി. അതും റെഡി ആയിട്ടുണ്ട്. And always remember this, everybody can cook and everybody has to cook.